ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശരീരത്തിന് കുളിർമ നൽകുന്നതും സൗന്ദര്യം നൽകുന്നതുമായ ഒരു ബോഡി പാക്കിനെ പറ്റിയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം വേനൽ തുടങ്ങി, ധാരാളം പ്രോബ്ലംസ് വേനൽ കൊണ്ട് നമുക്കുണ്ട്. ശരീരത്തിന് വളരെയധികം ചൂട് അനുഭവപ്പെടുന്നു, ഒരുപാട് ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു, നമുക്ക് നല്ല ക്ഷീണം തോന്നുന്നു. പിന്നെ സൗന്ദര്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സൺബേൺ അല്ലെങ്കിൽ സൺ ടാൻ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമുക്ക് ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ നേരിടാം? ഇതിനെയൊക്കെ നേരിടുന്നതിനോടൊപ്പം ശരീരത്തിനോട് പ്രയോജനങ്ങളുള്ളതുമായ ഒരു ബോഡി പാക്ക്. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതി, പക്ഷേ നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് തൈരാണ്. നമ്മൾ കുളിക്കാൻ പോകുന്നതിനും ഒരു 20 മിനിറ്റ് മുൻപ് നമ്മൾ ബോഡി മുഴുവൻ തൈര് അപ്ലൈ ചെയ്യുക. തൈര് അപ്ലൈ ചെയ്ത ശേഷം കുളിക്കാൻ പോവുക, കുളിക്കുക. അപ്പം നമ്മൾക്ക് ഈ തൈര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. സൺടാനിനെതിരെ നന്നായി പ്രവർത്തിക്കും, ശരീരത്തിന് കുളിർമ നൽകും, ദിവസം മുഴുവൻ ഒരു ഉന്മേഷം നൽകാനും ശരീരത്തിനൊരു കുളിർമ നൽകാനും ഒക്കെ തൈര് നല്ലതാണ്. അപ്പോൾ തൈര് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രയോജനമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെല്ലാവരെയും പിന്നോട്ട് വലിക്കുന്നത്, തൈര് അപ്ലൈ ചെയ്യാൻ നമ്മളെല്ലാവരും മടി കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഇത് അപ്ലൈ ചെയ്ത ശേഷം നന്നായി വാഷ് ചെയ്താലും നിലനിൽക്കുന്ന ഒരു ബാഡ് സ്മെല്ലാണ്. ഈ സ്മെല്ല് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, തൈരിനോടൊപ്പം അല്പം നാരങ്ങാ നീരൂടെ മിക്സ് ചെയ്ത് പുരട്ടുക. ഇത് ബോഡിയുടെ സ്മെല്ല് ഒഴിവാക്കാനും വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ല് ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ വേണമെങ്കിലും നാരങ്ങ നീര് നമുക്ക് ഉപയോഗിച്ചാൽ ശരീരത്തിന് വിയർപ്പ് നാറ്റം അറിയില്ല. അപ്പോൾ ഇത് നാരങ്ങ നീരൂടെ അപ്ലൈ ചെയ്ത് പുരട്ടുമ്പോൾ അത്ര തിക്കായിട്ടുള്ള ബാഡ് സ്മെൽ ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു സ്മെൽ ഉണ്ടാവുകയാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രാമച്ചം കുറച്ചെടുത്ത് കുളിക്കുന്ന വെള്ളത്തിലിട്ട ശേഷം, അതായത് 20 മിനിറ്റ് നേരം രാമച്ചം ഇട്ട് വയ്ക്കുക, വെള്ളം പിടിച്ച് വെച്ച ശേഷം. എന്നിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ശരീരത്തിന് സുഗന്ധവും കുളിർമയും ഒരേ സമയം നൽകുന്ന രാമച്ചം ത്വക്ക് രോഗങ്ങൾക്കും വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാഡ് സ്മെല്ല്, തൈര് പുരട്ടിയത് കൊണ്ടുണ്ടാകുന്ന ബാഡ് സ്മെല്ല് അകറ്റാം, ശരീരത്തിന് കൂടുതൽ കുളിർമ ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ രാമച്ചം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ, അങ്ങാടി മരുന്ന് കടകളിലാണ് രാമച്ചം ലഭിക്കുക. ഉണങ്ങിയ വേരായിട്ടാണ് കിട്ടുക. രാമച്ചം അഥവാ വെറ്റിവേർ എന്ന് പറയുന്നത് അങ്ങാടി മരുന്ന് കടകളിൽ ചെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. ഒരു 15 ദിവസമൊക്കെ തൈരടുപ്പിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. പാടുകളും പുള്ളിക്കുത്തുകളും ഒക്കെ മാറി അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറി ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം ഇഷ്ടമായെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാനതിന് ആൻസർ തരുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് 100% ഞാൻ ഉറപ്പ് തരുന്നു, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഒരു ദിവസം അപ്ലൈ ചെയ്യുമ്പം തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം, നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു വ്യത്യാസം, നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന കുളിർമയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത ശേഷം ഇവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു വേനൽ ആശംസിക്കുന്നു. ഓക്കെ, ബൈ.